നട്ടുച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടം നമ്മൾ ഒരുപാട് വിഷയങ്ങൾ വിഷയീഭവിച്ചു. സമൂഹത്തിനിടയിൽ ചില ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കാൻ ആസൂത്രിതമായി അണിയറയിൽ പ്രവർത്തിക്കുന്ന അജണ്ടകളെ നമ്മളിവിടെ തിരുത്തി കാണിച്ചു. സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചില പുകമറകളെയും ചില അഭ്യൂഹങ്ങളെയും തിരുത്തു പറയാനും നട്ടുച്ച സധൈര്യം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എറണാകുളത്ത്, കേരളത്തിന്റെ പ്രധാന നഗരിയായ എറണാകുളത്ത് 4 സുന്നി സംഘടനകൾ ചേർന്നുകൊണ്ട് വലിയൊരു മഹാറാലിക്ക് ആക്കം കൂട്ടുന്ന വലിയൊരു ശുഭപ്രതീക്ഷയോടുകൂടി നമ്മൾ കാണുന്ന ഒരു വലിയ മൂവ്മെന്റ് നടക്കാനിരിക്കുകയാണ്. വഖഫ് ഭേദഗതിയുമായി സെൻട്രൽ ഗവൺമെന്റിന്റെ നീക്കമുണ്ടാകുമ്പോൾ മുസ്ലിം സമൂഹത്തിനുണ്ടായിരുന്ന ചിത്രതയും പരസ്പരം ഉണ്ടായിരുന്ന സംഘടനാ അഭിപ്രായ വ്യത്യാസങ്ങളെയെല്ലാം മാറ്റിവെച്ച് മുസ്ലിം സമുദായത്തിന്റെ സുന്നി എന്ന സ്വത്വത്തിൽ ഒരുമിച്ചുകൂടി സംഘടിതമായി വലിയൊരു പ്രതിഷേധത്തിന്, വലിയൊരു മൂവ്മെന്റിന് തുടക്കം കുറിക്കുമ്പോൾ വലിയൊരു പ്രതീക്ഷയോടുകൂടി നമുക്കതിനെ നോക്കിക്കാണാം. ഇവിടെ നമ്മൾ ഇന്ന് ചർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം MP പ്രശാന്ത് എന്ന് പറയുന്ന ഇന്ത്യൻ എക്സ്പ്രസിന്റെ മലയാളി എഡിറ്ററായിട്ടുള്ള, മലയാളി റിപ്പോർട്ടറായിട്ടുള്ള അദ്ദേഹം ഈ സമീപ ദിവസത്തെ എഴുതിയ ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി ഏറെ ധ്രുവീകരണങ്ങൾ ഉള്ളതാണ്. ഏറെ തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ വലിയ അജണ്ടകൾ ഒളിച്ചു കടത്തുന്ന രീതിയിലുള്ള ചില പദങ്ങളും ചില ആസൂത്രിതമായ അജണ്ടകളും അതിലുണ്ട് എന്ന് സുവ്യക്തമായി പറയാൻ കൂടിയാണ് MP പ്രശാന്ത്. ഇവിടെ നമുക്കറിയാം എന്താണ് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എന്ന്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ MP പ്രശാന്ത് ഈ സമുദായത്തിനിടയിലെ പ്രശ്നങ്ങൾക്കിടയിൽ ആഭ്യന്തര കലഹങ്ങളിൽ എങ്ങനെ മൂർച്ച കൂട്ടാം, എങ്ങനെ കലഹമുണ്ടാക്കാം എന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തുകയും അതിന് ഉപോത്ഭകമായ രീതിയിൽ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഏതായാലും MP പ്രശാന്തിന്റെ കഴിഞ്ഞ ആ ഇന്ത്യൻ എക്സ്പ്രസിലെ ഒരു ആ സ്റ്റോറിയുമായി ആസ്പദമായി നമുക്ക് തുടങ്ങാം. എന്താണ് അതിലുണ്ടായിരുന്ന ഒരു സ്റ്റോറിയിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നരേഷൻ എന്തായിരുന്നു? യഥാർത്ഥത്തിൽ കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ വലിയൊരു വ്യത്യസ്തമായ ഒരു സംഭവമാണ് മെയ് 4-ന് എറണാകുളത്ത് വെച്ച് നടക്കുന്നത്. സുന്നി ഐക്യ മഹാറാലി എന്നാണ് പേര്. കേരളത്തിലെ 4 സുന്നി സംഘടനകൾ, സമസ്ത കേരള ജമീയത്തുൽ ഉലമ, AP വിഭാഗം, അതുപോലെ തന്നെ സംസ്ഥാന കേരള ജമീയത്തുൽ ഉലമ, ദക്ഷിണ കേരള ജമീയത്തുൽ ഉലമ, ഇതുവരെ 4 വിഭാഗവും സുന്നികൾ എന്ന പേരിൽ ഒരുമിച്ച് നിന്ന് ഒരു പരിപാടിയും നടത്തിയത് നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ഈ 4-ന് നടക്കുന്ന പരിപാടി സുന്നികളേവരും വളരെ പ്രതീക്ഷയോടെ കാണുന്ന ആ പരിപാടിയെ കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസിൽ ഇംഗ്ലീഷിൽ അതിന്റെ ചീഫ് റിപ്പോർട്ടറായ MP പ്രശാന്ത് എഴുതുന്ന ലേഖനം, അതിന്റെ തലക്കെട്ട് സുന്നി യൂണിറ്റി സയൻസ് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സാദിഖ് അലി ശിഹാബ് തങ്ങളെ മാറ്റി നിർത്തിയുള്ള ഒരു സുന്നി ഐക്യമോ എന്നാണ് പ്രശാന്ത് തലക്കെട്ടിലൂടെ ചോദിക്കുന്നത്. അകത്ത് പൂർണ്ണമായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു വാർത്തയാണ് കാണുന്നത്. 4 സുന്നി സംഘടനകളുടെയും വഖഫ് ഭേദഗതി ബില്ലിനെതിരെയുള്ള പ്രതിഷേധ സംഗമം നടക്കുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തുന്നു എന്ന തരത്തിലേക്കാണ് ആ വാർത്ത പൂർണ്ണമായും കൊണ്ടുപോകുന്നത്. എന്നാൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന സമുദായത്തിന്റെ നേതാവിനെ വെട്ടിമാറ്റിക്കൊണ്ടാണ് ഇവർ മുന്നോട്ട് വരുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. എനിക്കതിൽ ഏറ്റവും അപകടകരമായി തോന്നിയത് അദ്ദേഹത്തിന്റെ അതില് വാർത്തയിൽ ഹൈലൈറ്റ് ആയി കൊടുത്ത ഒരു പദമാണ്. ഞാൻ അതൊന്ന് വായിച്ചു തരാം. വി ആസ്ക്ഡ് ദി ഓർഗനൈസേഴ്സ് ആസ് ടു വൈ സാദിഖ് അലി തങ്ങൾ വാസ് നോട്ട് ഇൻവൈറ്റഡ് ആൻഡ് they said it is not a political program. They said that if Tangal, who is the leader of the IUML, is invited, then the leaders of other parties also should be invited. അഥവാ പാണക്കാട് തങ്ങളെ എന്തുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല എന്നത് സംഘാടകരോട് ഞങ്ങൾ അന്വേഷിച്ചു. ആ സമയത്ത് അവർ പറയുന്നത് ഇതൊരു രാഷ്ട്രീയ പരിപാടിയല്ല, മുസ്ലിം ലീഗിന്റെ നേതാവായ പാണക്കാട് തങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളെ കൂടി വിളിക്കേണ്ടി വരും. അവിടെ പാണക്കാട് തങ്ങൾക്കൊരു രാഷ്ട്രീയ മാനം മാത്രം. പാണക്കാട് തങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിലെ സുന്നികളുടെ ഒരു അദ്വിതീയനായ ഒരു നേതാവ് കൂടിയാണ്, അവരുടെ ഒരു ആത്മീയ നേതാവ് കൂടിയാണ്. ആ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്ന് പാണക്കാട്ട് തങ്ങൾ അടർത്തി മാറ്റി കേവലം ഒരു പൊളിറ്റിക്കൽ നേതാവിലേക്ക് മാത്രം ചുരുക്കിക്കെട്ടാനുള്ള ശ്രമം. MP പ്രശാന്തിന്റെ രാഷ്ട്രീയം അതാണ്, അതിനെ നമ്മൾ പരിഗണിക്കാതിരിക്കാൻ വയ്യ. പക്ഷെ MP പ്രശാന്ത് ഈ ഒരു വാർത്തയിലൂടെ, ഞാൻ അതിന്റെ മറ്റൊരു വിശദീകരണത്തിലേക്ക് വരുന്നത്, ഈ വാർത്തയിലൂടെ അദ്ദേഹം പറയുന്നത് സംഘാടകർ ഇങ്ങനെ പറഞ്ഞു എന്നാണ്. ഇതിന്റെ സംഘാടകരിലെ പ്രധാനിയായ ദക്ഷിണ കേരള ജമീയത്തുൽ ഉലമയുടെ എറണാകുളം ജില്ലാ നേതാവ് ഉമാനായ തൗഫീഖ് മൗലവിയുമായി ഞാൻ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വാർത്ത വരുന്നു, എന്താണ് അതിന്റെ നിജസ്ഥിതി? അദ്ദേഹം പറയുന്നു സാദിഖ് അലി തങ്ങളെ വിളിക്കാതിരിക്കണം എന്നുള്ള തരത്തിൽ ഒരു ചർച്ചയും അവരറിഞ്ഞുകൊണ്ട് നടന്നിട്ടില്ല. ആരാണ് പിന്നെ ആ സംഘാടകർ? അവിടെയാണ് ചോദ്യം ഉയരുന്നത്. ഇദ്ദേഹം MP പ്രശാന്ത് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ചിന്തകനായ ഈ മാധ്യമ പ്രവർത്തകൻ കുറച്ചേറെ നാളുകളായി
സമസ്തക്കകത്തെ ആഭ്യന്തര വിഷയങ്ങളിൽ പോലും അദ്ദേഹം ഇടപെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. വെറുതെ ഇടപെടുകയല്ല, കേവലം എങ്ങനെയും പുറത്തുനിന്ന് ഇങ്ങനെ ഒരു കമന്റ് വിടുകയല്ല, എന്താ അല്ല ചെയ്യുന്നത്? അല്ല ഇത് കൃത്യമായി ചില ആളുകളുടെ പിന്തുണയോടുകൂടി അതെ, സമസ്തയുടെ അകത്ത് കയറി കൃത്യമായി ഞാൻ ഈ സംവിധാനങ്ങൾ സംഘാടകരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് 4 സുന്നി സംഘടനകളുടെയും പ്രധാനപ്പെട്ട നേതാക്കളായ ഉം. എറണാകുളം ജില്ലക്കാരായ ആളുകളാണ് ഇതിന് മുന്നിലുള്ള ആളുകൾ. എറണാകുളം ജില്ലയിലെ സമസ്തയുടെ മുഷാവറ അംഗമായ IV ഉസ്മാൻ ഫൈസി, അതുപോലെ തന്നെ അവിടുത്തെ SYS നേതാവായ പരീദ്, അതുപോലെ തന്നെ ദക്ഷിണ കേരളയുടെ നേതാക്കന്മാർ ബഷീർ വാബി അടക്കമുള്ള സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാർ എന്നു തുടങ്ങി VH അലി ദാരിമി എന്ന് പറയുന്ന നമ്മുടെ AP വിഭാഗത്തിന്റെ നേതാവ്, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ തൗഫീഖ് മൗലവി അടക്കമുള്ള ആളുകളാണ് ഇതിന്റെ സംഘാടകരുടെ റോളിലുള്ളത്. ഈ ആളുകളൊക്കെ ചർച്ച ചെയ്തെടുത്ത ഒരു തീരുമാനമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇവരിൽ ഏതു സംഘാടകരാണ് ഇവരുമായി ബന്ധപ്പെടുന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടേണ്ട. ഏറെ കോളിളക്കം സൃഷ്ടിച്ച സമസ്ത CIC വിഷയത്തിൽ ഒരു ആദർശ വിഷയമായിട്ടാണ് പലപ്പോഴും ഒരു CIC വിരുദ്ധരായ ആളുകൾ പലപ്പോഴും അതിനെ ചൂണ്ടിക്കാണിക്കുന്നുള്ളത്. CICയിൽ ആദർശ വിരുദ്ധത, സമസ്തയുടെ സുന്നി ആദർശത്തിന് വിരുദ്ധമായി പലതും പഠിപ്പിക്കുന്നുവെന്നും സുന്നി ആദർശ വിരുദ്ധരായ ഒരുപാട് കുട്ടികളെ പുറത്തിറക്കുന്നുവെന്നൊക്കെയാണ് അവർ ആരോപിച്ച ആരോപണം. ഈ ആരോപണത്തെക്കുറിച്ച് അതിനെ ആസ്പദമാക്കി നടന്ന ഒരു വിവാദത്തിൽ ഇതിന്റെ വിശദീകരണം നൽകാൻ സമസ്തയുടെ ഔദ്യോഗിക പത്രമായ സുപ്രഭാതത്തിന്റെ ഓൺലൈൻ ചാനലിൽ ഇതേ MP പ്രശാന്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരു രസാവഹമായ കാര്യം, MP പ്രശാന്ത് എന്ന് പറയുന്ന ഒരു മുസ്ലിം അല്ലാത്തൊരു മനുഷ്യനെ എങ്ങനെ എന്നതിനപ്പുറം നിരീശ്വരവാദ പ്രസ്ഥാനത്തിന്റെ ഒരു താത്വികനായ മനുഷ്യന് എന്താണ് സുന്നി ആദർശം, ഇസ്ലാമികത്തെ മുസ്ലിങ്ങൾക്കകത്തെ സമസ്തക്കുള്ളിൽ മാത്രം കുടികൊള്ളുന്ന ഒരു വിഷയത്തിൽ എന്താണ് അദ്ദേഹത്തിന്, അതും ആദർശ വിഷയം എന്നാണ്, മതാത്മകമായ ഒരു വിഷയത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ എങ്ങനെയാണ് ഒരു മതം കറുപ്പെന്ന് അല്ലെങ്കിൽ തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് ആയ ഒരു വ്യക്തിക്ക് വന്നിട്ട് അതിലെന്ത് അഭിപ്രായം പറയുന്നത് എന്ത് പ്രസക്തി? പക്ഷെ അവിടെയും ആ വ്യക്തിക്ക് അവസരം തുറന്നു കൊടുത്തു എന്ന് മാത്രമല്ല ഒരുപാട് ആളുകൾ അത് വലിയ ഒരു ആഘോഷമാക്കി അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ, അദ്ദേഹം ഉന്നയിക്കുന്ന ആ നിലപാടുകളെ വലിയ ആഘോഷമാക്കിയിട്ട് ഇതേ ആദർശത്തിന്റെ 110 ആദർശവാദികൾ അത് ആഘോഷിക്കുന്ന ഒരു അവസരം കൂടി ഉണ്ടായിരുന്നു. 4 മദ്ഹബിൽ പാണ്ഡിത്യമുള്ള അസാധാരണ പാണ്ഡിത്യം വ്യുൽപ്പത്തിയുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് സംസാരിക്കുന്ന ആ ഒരു തരത്തിലാണ് അതിനെ കൊണ്ടുവന്നത്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംഘാടകരിൽ നിന്ന് ആര് ഈ തരത്തിലുള്ള പ്രസ്താവനകൾ നൽകുന്നു എന്ന ചോദ്യത്തിന് അവര് ഒരു നേതാവിന്റെയും പേര് പറയുന്നില്ല. അതിൽ തന്നെ ഒരുപാട് ദുരൂഹതകളുണ്ട്. കാരണം ഏതെങ്കിലും നേതാവിന്റെ പേര് പറഞ്ഞാൽ അത് അയാൾക്ക് ബാധിക്കുന്നത്, മറ്റുള്ള സംഘാടകരിൽ നിന്ന് അയാൾക്ക് ബാധിക്കുന്ന അത് മറ്റൊരു തരത്തിലേക്കാവും. അതുകൊണ്ട് തന്നെ ഒരു നേതാവിന്റെയും പേര് പറയുന്നില്ല. ഈ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് സംഘാടകരിൽ നിന്ന് ഒരാളിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള ഒരു പരാമർശങ്ങളും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. 4-ാം തീയതി നടക്കുന്ന ആ പരിപാടിയെ സുന്നി കേരളം വളരെ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. എങ്കിൽ പോലും അതിൽ ചില പുഴുക്കുത്തുകൾ അതിനിടയിലൂടെ നടക്കുന്നു. അതായത് സുന്നി സമൂഹം ഇതിനെ നിഷ്കളങ്കരായ സുന്നി സമൂഹം വലിയ പ്രതീക്ഷയോടുകൂടി കാണുമ്പോൾ ഇതിനിടയിലൂടെ ചില അജണ്ടകൾ ഒളിച്ചു കടത്താൻ ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നതൊരു വാസ്തവമാണ്. അതിന്റെ ഒരു ബഹിസ്ഫുരണമാണ് ആര് വന്നത്, ഈ ഒരു MP പ്രശാന്തിന്റെ ഇത്. MP പ്രശാന്തിനെ കൊണ്ട് ഒരുപക്ഷെ MP പ്രശാന്ത് നേരത്തെ ചിലരുടെ ഒരു മെഗാഫോണായിട്ട് മറ്റു ചിലരും പ്രവർത്തിക്കുന്നത് പോലെ തന്നെയാണ്. കാര്യം കൂടി അതിൽ പറയേണ്ടതുണ്ട്. ഈ കാലത്തിനിടക്ക് ഈ CIC വിഷയവും ഒക്കെ കത്തി നിൽക്കുന്ന സമയത്ത് സമസ്തക്കുള്ളിൽ ആഭ്യന്തര വിഷയങ്ങൾ ഇങ്ങനെ ചർച്ചയാവുന്ന കാലത്ത് സമസ്തയുടെ പ്രസിഡന്റ് സെയ്ദ് ജിഫിരി മുത്തുക്കോയ തങ്ങളുടെ അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം ഇതേ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ചീഫ് റിപ്പോർട്ടറായ MP പ്രശാന്തും അതുപോലെ തന്നെ ഒരു ലേഡി റിപ്പോർട്ടർ അടക്കം അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. മാത്രമല്ല ആ വാർത്ത തന്നെ പ്രസിദ്ധമായിട്ട് വന്നിരുന്നു. ആ വാർത്തയിലും ആ ഒരു അഭിമുഖത്തിൽ പോലും ഇത്തരത്തിലുള്ള ഈ ലീഗ് സമസ്ത ബൈനറിയെ കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ആളുകളും ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നത് മറ്റൊരു കാര്യമാണ്. ഇവിടെ നമ്മളൊന്ന് ആഴ്ന്നിറങ്ങുമ്പോ യഥാർത്ഥത്തിൽ പാണക്കാട് തങ്ങളെ കേവലം ഒരു പൊളിറ്റിക്കൽ ലീഡർ മാത്രമാക്കിയിട്ട് അവരോധിക്കേണ്ടത് സംസ്ഥാനക്കാർക്ക് ആവശ്യമില്ല, ദക്ഷിണക്കാർക്ക് ആവശ്യമില്ല. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു അജണ്ടകൾ ഇല്ലതാണ്. കാരണം സംസ്ഥാനയുടെ അഭിനന്ദരായ ഉസ്താദൊക്കെ എപ്പോഴും പാണക്കാടിന്റെ അനിവാര്യതയും ഒക്കെ പറയുന്നത് തൗഫീഖ് മൗലവിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല. തങ്ങളെ ബഹുമാനിക്കുന്ന ആളുകളായിട്ടാണ് പലപ്പോഴും നമുക്ക് തന്നെ കാണാം. ദക്ഷിണക്കാരുടെയും സംസ്ഥാനക്കാരുടെയൊക്കെ അവരുടെ നേതാക്കന്മാര് പാണക്കാടിന്റെ ആ ഒരു ആത്മീയ നേതൃത്വത്തിനെ അംഗീകരിക്കുന്ന പ്രസ്താവനകൾ പലപ്പോഴും നജീബ് മൗലവി ഉസ്താദിന്റെ ഒക്കെ സംസാരത്തിൽ നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. അവർക്കൊന്നും അങ്ങനത്തെ ഒരു
ചിന്ത പോലും ഉണ്ടാവില്ല. അപ്പോ ഈ 4 സുന്നി സംഘടനകളിൽ നിന്ന് ഇങ്ങനെ ഒരു അജണ്ട ഉള്ള ഒരു വിഭാഗം അവിടെ ഉണ്ട്, ഉള്ളില് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ വിഭാഗത്തെ എന്റെ ഒരു കാൽക്കുലേഷനിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഷജറൈസം ഐഡിയോളജി കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അതിന് കാരണം ഇപ്പോ ഇവിടെ മാത്രമല്ല, നമുക്ക് പാണക്കാട് തങ്ങളെ സമസ്ത എന്ന് പറഞ്ഞ നമുക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട് 89 കാലത്തിനു ശേഷം സമസ്തയുടെ വിദ്യാർത്ഥി പടയണി രൂപപ്പെട്ടതിനിപ്പോ എല്ലാ അർത്ഥത്തിലും സമൂഹത്തിനിടയിൽ സ്വീകാര്യത ഇല്ലാതെ, ഒരു ജനകീയ അവസ്ഥ ഇല്ലാതെ അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ പാണക്കാട് തങ്ങൾ വന്നതിലൂടെയാണ് SKSF ജനകീയമായി നേതാക്കന്മാർ തുറന്നു പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എഴുതിയ ഒരു പുസ്തകത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, സമസ്ത SKSSFന്റെ രൂപീകരണ കാലഘട്ടം പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. ഒരുപാട് കടങ്ങൾ, ആളുകളിലേക്ക് സ്വീകാര്യത ലഭിക്കാതെ ജനകീയമാകാതെ പോകുന്ന സിറ്റുവേഷനിൽ 1990 തങ്ങൾ ഇതിന്റെ പ്രസിഡന്റായി വന്നതിനു ശേഷമാണ് ഇത്തരത്തിൽ സമസ്ത ജനകീയമാകുന്നതും അതിന്റെ കടങ്ങളെ വരെ കടങ്ങൾ തീർക്കുന്നത് പോലും തങ്ങളുടെ നേതൃത്വത്തിന് കീഴിലാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ SYS സമസ്തയുടെ ഊന്നുവടി എന്ന് പറയുന്ന SYS ജനകീയമായതും ആളുകൾക്കിടയിലേക്ക് അതൊരു സ്വീകാര്യതയിലേക്ക് എത്തിയതും പൂക്കോയ തങ്ങൾ അതിന്റെ നേതൃസ്ഥാനത്തിലെത്തിയതാണ് അതിന്റെ ചരിത്രങ്ങൾ. അതൊക്കെ രൂപീകരിക്കുന്നത് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നായകത്വത്തിന് കീഴിലാണ്. അതെ, അപ്പൊ നമുക്കറിയാം പാണക്കാട് തങ്ങളിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു സ്വത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് ആത്മീയതയിൽ അധിഷ്ഠിതമാണ്, അത് സുന്നിസത്തിലും അധിഷ്ഠിതമായതാണ്. പക്ഷെ അവിടെ നിന്ന് മാറ്റിയെടുക്കാനുള്ള ശ്രമം ഈ ഒരു അല്ലെങ്കിൽ ഈ വരാനിരിക്കുന്ന റാലിയോടനുബന്ധിച്ചുള്ള MP പ്രശാന്തിന്റെ ഈ ഒരു ലേഖനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ പുറകോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഒന്ന് ഓർക്കുകയാണെങ്കിൽ നമ്മുടെ ബാംഗ്ലൂരിൽ നടന്ന സമ്മേളനം, 100ാം വാർഷിക പ്രഖ്യാപന സമ്മേളനത്തിൽ അതിന്റെ സപ്ലിമെന്ററിയിൽ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു ഡെസിഗ്നേഷൻ കൊടുത്തിട്ടുള്ള എന്താണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഈ സുന്നി വികസന സംഘത്തിന്റെ സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക ഘടകത്തിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ചാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് തങ്ങൾ വരുന്നത് എന്ന് സമസ്തയുടെ ഔദ്യോഗിക പത്രത്തിൽ, ആ പത്രം നടത്തുന്ന ആളുകൾ ആരാന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമാണ്. അത് ചില ആളുകളുടെ കൈപ്പിടിയിലുമാണ്, അവരുടെ നീരാളിപ്പിടുത്തത്തിലുമാണ് എന്നുള്ളതും ഇപ്പൊ നമുക്ക് വ്യക്തമാണ്. അവിടെ അത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചില ഇടങ്ങളിലൊക്കെ ഇത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഇന്നലെ ആ മിനിഞ്ഞാന്ന് ഇറങ്ങിയിട്ടുള്ള ആദരണീയരായ മൊയ്ൻ അലി ശിഹാബ് തങ്ങളുമായിട്ട് നടത്തുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവില് ചോദ്യകർത്താവ് ഏത് പക്ഷത്താണെന്ന ചോദ്യം കേൾക്കുന്ന പാടെ നമുക്ക് മനസ്സിലാവും. കാരണം ഏതെല്ലാം അർത്ഥത്തിൽ പാണക്കാട് തങ്ങളെ എല്ലാവരെയും രാഷ്ട്രീയത്തിന്റെ ആ ഒരു ഇന്റർവ്യൂ നടക്കുന്നതിന്റെ സാഹചര്യം കൂടി നമ്മൾ അറിയണം. ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ വിഷയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. സുന്നി ഐക്യ മഹാറാലിയുടെ ഒരു പോസ്റ്റർ സയ്യിദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ തന്റെ FB പേജിൽ പോസ്റ്റ് ഇടുന്നു. ഇത് ഒരു പാണക്കാടിന്റെ നേതൃത്വത്തിനെ ഇകഴ്ത്തി കാണിക്കാനുള്ള പരിപാടിയാണ് എന്ന് സ്വമേധയാ മനസ്സിൽ വിചാരിക്കുന്നവർക്ക് മൊയ്ൻ അലി തങ്ങൾ പാണക്കാട് നിന്ന് വേറിട്ട് നിൽക്കുന്ന, പാണക്കാടിന്റെ ആ ഒരു എല്ലാവരിൽ നിന്നും മാറി നിൽക്കുന്ന, ഞങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ആളാണ് എന്ന ഒരു ഭാവത്തിലാണ് അദ്ദേഹം വരുന്നത്. പക്ഷെ മൊയ്ൻ അലി തങ്ങൾ വളരെ കൃത്യമായി മനോഹരമായിട്ട് അതിന് മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം, പാണക്കാട്ടെ മറ്റു തങ്ങൾമാരെല്ലാം രാഷ്ട്രീയമായി മാറിപ്പോകുന്നത് കൊണ്ടായിരിക്കും. വേർതിരിച്ച് മൊയ്ൻ അലി തങ്ങളോട് ചോദിക്കുകയാണ്, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അബ്ബാസ് അലി തങ്ങൾ, അതുപോലെ മുനവർ തങ്ങൾ, റഷീദ് അലി തങ്ങൾ, ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ ഭ്രമമൂത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ സമയം ഇല്ല മാത്രം അവിടെ ചെലവഴിച്ചുകൊണ്ട് വേറെ സമയമില്ലാത്തത് കൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞ് അവരെ രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിൽ മാത്രം അവതരിപ്പിക്കുകയും മറുപടി പറയുന്നുണ്ട്. അത് പറയുന്നത് പാണക്കാടിന് അങ്ങനെ ഒരു രാഷ്ട്രീയം ഇല്ല എന്ന് തന്നെയാണ്. പാണക്കാടിന്റെ രാഷ്ട്രീയം എന്താണെന്ന് മൊയ്ൻ അലി തങ്ങൾ, ഇവര് വലിയ പ്രതീക്ഷയോടെയാണ് മൊയ്ൻ അലി തങ്ങളുടെ അടുത്തേക്ക് തങ്ങളിൽ നിന്ന് തങ്ങളോടുള്ള സ്നേഹമാണെന്നൊക്കെ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ മൊയ്ൻ അലി തങ്ങളെ കുറിച്ച്, മൊയ്ൻ അലി തങ്ങളെ വാനോളം പുകഴ്ത്തി 2 ദിവസം മുമ്പ് പോസ്റ്റ് ഇട്ട ആളുകൾ തന്നെ മൊയ്ൻ അലി തങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജ്യേഷ്ഠനെ പേടിയാണോ എന്ന് ചോദിക്കുന്നിടത്തേക്ക് അവരെത്തിച്ചേർന്നിട്ടുണ്ട്. ഇവർ നിശ്ചയിക്കുന്ന ഒരു അജണ്ട ഉണ്ട്, ഒരു അതിർവരമ്പുണ്ട്. അത് കേൾക്കണം, അല്ലെങ്കിൽ അതിൽ ഉൾക്കൊള്ളണം. അവർ പറയുന്ന ജൽപ്പനങ്ങളെ സ്വീകരിക്കണം, അവർക്ക് പറയുന്നതിനൊക്കെ റാമൂളണം. അതല്ലാത്തവരൊക്കെ അവരുടെ കാഴ്ചപ്പാടിലും അവരുടെ ആക്രമണങ്ങൾക്കും വിധേയമാവുക എന്നത് സ്വാഭാവികമാണ്. മനസ്സിലാക്കുന്ന ഒരു സാധനം 1989 വളരെ വേദനാജനകമായ സമസ്തയുടെ വിഭജനത്തിനു ശേഷം ഇന്നുവരെ സുന്നികൾ എന്ന തലത്തിൽ സമസ്ത EK വിഭാഗവും AP വിഭാഗവും, EK വിഭാഗം എന്ന് പറയേണ്ടതില്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും കാന്തപുരം വിഭാഗവും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു പരിപാടിയും നമ്മൾ കണ്ടിട്ടില്ല. അതിന് പ്രത്യേകിച്ച് പരീദ് സാഹിബിനെ പോലുള്ള ആളുകൾ അതിന് സമ്മതിക്കുക എന്ന് പറയുന്നതില് ദുരൂഹതകൾ ഞാൻ കാണുന്നുണ്ട്, മറ്റാര് കാണുന്നില്ലെങ്കിൽ പോലും. ഇവര് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും
ഇത്തരം ഐക്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. ഉം. സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയും അങ്ങനെ തന്നെയാണ് എന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ സമസ്തക്കകത്തെ ഈ പ്രത്യേക നിലപാടുള്ള ആളുകൾ ഇതിന് തയ്യാറാകുന്നത് അവർക്ക് മുന്നിൽ പാണക്കാട് തങ്ങൾ എന്ന ആ ഒരു നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നോ എന്ന് MP പ്രശാന്തിന്റെ ലേഖനം വന്നതോടുകൂടി നമ്മളൊക്കെ ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. സംശയിക്കുന്നു. ഞാൻ തീർത്തും സംശയിക്കുന്നു. ഇവിടെ ഞാൻ മനസ്സിലാകാറുണ്ട്, കഴിഞ്ഞ കാലം വരെ ഇപ്പൊ നമ്മൾ ഒന്നുകൂടി നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിലേക്ക് ഒന്ന് ചിന്തിച്ചു പോകാം. നമ്മുടെയൊക്കെ നാടുകളില് മൗലിദ് സദസ്സുകളില് AP-ക്കാരായിട്ടുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ സബീന അങ്ങോട്ട് കൊടുക്കാനും ഓൽക്ക് കൊടുക്കാതെയും തട്ടിപ്പറിച്ചൊരു കാലമുണ്ട്. എന്റെ നാട്ടിൽ നിന്ന് സിയാറത്ത് പോയിരുന്ന ഒരു കുട്ടിയായിരുന്ന കാലത്ത് സിയാറത്ത് പോകുമ്പോ സിയാറത്ത് പോകുന്ന വാഹനത്തിൽ എന്റർടൈൻമെന്റ് ആയിട്ട് ഇരുന്നത് AP-ക്കാരുമായിട്ടുള്ള മുഖാമുഖം. അവര് ഒരു പക്ഷേ ഒന്ന് വെള്ളം കുടിക്കുന്ന മൂല്യരെ എന്നൊക്കെ പറഞ്ഞ ഒരു പരസ്പര സംവാദത്തിന്റെ മര്യാദ പോലും ഇല്ലാതെ പരസ്പരം പരിഹസിച്ചും താറടിച്ചും അത്രയും പരസ്പര ബദ്ധവൈരികളാണ്. വെറുപ്പുണ്ടാക്കി. അതെ. എന്നാൽ നാളിതുവരെ സമീപകാലം വരെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ഒരു വ്യക്തിയുടെ ഒരു പെർട്ടിക്കുലർ, ഞാൻ ഒന്നുകൂടി നട്ടുച്ചയിൽ നമ്മൾ അങ്ങനെ ഒരു അവ്യക്തതയോടുകൂടി പറയാറില്ല, ആദരണീയനായ ഹമീദ് വൈസി അമ്പലക്കടവിന്റെ പ്രസംഗത്തിൽ സാക്ഷാൽ കാന്തപുരം കൊടുക്കണമെന്നൊന്നുമില്ല. ഞാൻ പറയുന്നത് പുതിയ കാലത്തെ കാന്തപുരമാണ്. അതെ. അന്ന് കാന്തപുരത്തിന്റെ നിലപാടുകൾ എന്തായിരുന്നോ അതിന്റെ ഒരു 100 ഇരട്ടി ശക്തിയിലാണ് അന്ന് കാന്തപുരം വിഭാഗത്തിന്റെ വാദങ്ങളെ അത്രയും പരസ്യമായി അതിനെതിരെ സംസാരിച്ച് രംഗത്ത് വന്നിരുന്ന ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇന്ന് ഉയർത്തിപ്പിടിക്കുക. ഈ സാക്ഷാൽ കാന്തപുരം എന്ന് മാത്രം പറഞ്ഞ് വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിച്ച് പരസ്പരം വൈര്യം ഉണ്ടാക്കി നാട്ടില് മദ്രസകൾ രണ്ടാക്കി, പള്ളികൾ രണ്ടാക്കി. ഇതിനൊക്കെ കാരണം ഒരു പക്ഷത്ത് നോക്കുകയാണെങ്കിൽ ഹമീദ് ഫൈസി, അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരു മാമ്പാട് സക്കാഫി ആയിരിക്കും. ഇങ്ങനെ ഒരർത്ഥത്തിൽ പരസ്പരം വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിച്ച ആളുകളെ പരസ്പരം ഇകഴ്ത്തി അല്ലെങ്കിൽ മതിൽക്കെട്ടുകൾ ഉണ്ടാക്കി വെച്ചു. ഇന്ന് അവർ പറയാണ് എന്ത്, നമുക്ക് യോജിക്കുന്നതിൽ സന്തോഷമുള്ളൂ. കാരണം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവസാനത്തെ കാലത്തെ ഇന്റർവ്യൂവിൽ ജോണി ലൂക്കാസ് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളൊരു അന്ത്യാഭിലാഷം, അവസാനമായിട്ട് എന്ത് ആഗ്രഹമാണ്? നിഷ്കളങ്കമായിട്ട് പാണക്കാട്ടെ തങ്ങൾ പറയുന്ന മറുപടി ഇങ്ങനെയാണ്: എനിക്ക് ഈ സമുദായം ഒന്നിച്ച് ഭിന്നതകളൊക്കെ. തങ്ങൾമാർ എന്നും അതിന് നേതൃത്വം കൊടുത്തവരാണ്. മൊയ്‌നലി തങ്ങളുടെ ഇന്നത്തെ പ്രസ്താവനയില്ല, അതിനിടയ്ക്ക് ചോദ്യകർത്താവ് ചോദിക്കുന്നുണ്ട് ഇന്ന് ഈ സുന്നി ഐക്യമൊക്കെ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ മൊയ്‌നലി തങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എല്ലാ കാലത്തും അതിന് പാണക്കാട് തങ്ങൾമാർ നേതൃത്വം നൽകിയിട്ടുണ്ട്, മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഈ ലീഗിനെ മാറ്റി നിർത്തുക എന്ന ലക്ഷ്യവുമായി വരുന്നവർക്ക് കൃത്യമായ ഒരു തിരിച്ചടിയായിരുന്നു ഇന്ന് പാണക്കാട് സയ്യിദ് മൊയ്‌നലി ശിഹാബ് തങ്ങളിൽ നിന്നും ഉണ്ടായത്. എന്തായാലും നമുക്ക് കൂടുതൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാളുപരി ഈ ഒരു പരിപാടിയെ, ഐക്യമഹാറാലിയെ, അത് ഐക്യത്തിന്റെ റാലി തന്നെയാകണമെന്ന് വളരെ പ്രതീക്ഷയോടുകൂടി പ്രത്യാശയോടുകൂടി കാണുന്ന, പ്രത്യേകിച്ചും എന്റെ ദക്ഷിണ കേരളത്തിലുള്ള എറണാകുളം മുതൽ അങ്ങോട്ടുള്ള സുന്നി സംഘടന, സുന്നി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ, ബഹുമാന്യരായ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കൾ, സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കൾ, കാന്തപുരം വിഭാഗത്തിന്റെ നേതാക്കൾ, സമസ്തയുടെ നിഷ്കളങ്കരായ പ്രവർത്തകർ, ഇവർക്കെല്ലാം ഒരു തിരിച്ചറിവ് ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ചിലരെങ്കിലും ഇതിനെ ഒരു അനൈക്യത്തിന്റെ റാലിയായാണ് കാണുന്നത്. സംഘാടകരിൽ ചിലരെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അനൈക്യത്തിന്റെ മഹാറാലി നടത്താനാണ് ഉദ്ദേശ്യം. ഈ അനൈക്യത്തിന്റെ റാലിയാണ് അവിടെ നടക്കുന്നതെങ്കിൽ അത് സമുദായത്തിനുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഭാവിയിൽ ചെറുതാവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. MP പ്രശാന്തിനെ പോലെ മുട്ടനാടുകൾക്കിടയിൽ ചോര കുടിക്കാൻ ഇറങ്ങുന്ന ഒരു കുറുക്കന്റെ കഥ വ്യാസമഹർഷിയുടെ പഞ്ചതന്ത്ര കഥകളിൽ പറയുന്നുണ്ട്. അത്തരം കുറുക്കന്മാരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ സമുദായം വലിയ വില കൊടുക്കേണ്ടി വരും. അതിൽ സമുദായത്തെ സ്നേഹിക്കുന്ന, പ്രത്യേകിച്ചും ഈ ഫാസിസത്തിന്റെ കാലത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട കാലത്ത് ഇനിയും അനൈക്യത്തിന്റെ വിത്ത് വിതറാനാണ് ശ്രമമെങ്കിൽ അത് അപകടം ചെയ്യും. ഒരിക്കൽ കൂടി നട്ടുച്ച അത് രേഖപ്പെടുത്തുന്നു.